ഇന്ന് വൈറ്റ് സോസ് പാസ്ത റെഡിയാക്കാം. അതിനായി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. തിളയ്ക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പിടുക, സ്വല്പം ഓയിൽ ഒഴിക്കുക. ഇനി ഇതിലേക്ക് പാസ്ത ഇടും. പാസ്ത 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. ഇനി ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിടാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഇടാം, ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം സോസ് ഉണ്ടാക്കാൻ. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർക്കാം. ഇനി വഴറ്റി വെച്ച വെജിറ്റബിൾസ് ചേർക്കാം. തിക്നെസ് കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്ത വേവിച്ച വെള്ളം കുറച്ച് ചേർക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർക്കാം. പാസ്ത റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൽ ചീസ് കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം.